ഷട്ടർ സ്പീഡിന് അല്ലെങ്കിൽ ഷട്ടർ മെക്കാനിസത്തിന് ഫോട്ടോഗ്രാഫിയിൽ എന്താണ് റോൾ, എന്താണ് അതിൻ്റെ ജോലി എന്ന് നോക്കാം. നിങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെൻസറിന് റീഡ് ചെയ്യാൻ ആവശ്യമായ അത്രയും നേരം പ്രകാശത്തെ അകത്തേക്ക് കടത്തി വിടുക എന്നുള്ളതാണ് ഷട്ടർ മെക്കാനിസത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി. നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ കണ്ടു, എക്സ്പോഷർ മീറ്റർ 0 എത്തുമ്പോഴാണ് നമുക്ക് കൃത്യമായ ഒരു ഫോട്ടോ കിട്ടുന്നത്. ആ മീറ്ററിനെ 0 എത്തിക്കാൻ ആവശ്യമായ അത്രയും സമയം പ്രകാശം സെൻസറിലേക്ക് പതിപ്പിക്കുക എന്നുള്ളതാണ് ഷട്ടർ മെക്കാനിസത്തിന്റെ പ്രധാനപ്പെട്ട ജോലി. എക്സ്പോഷർ മീറ്റർ 0 എത്തിക്കാൻ വേണ്ടിയിട്ട്, ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ ഒരു പോയിന്റ് ഇടത്തോട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഷട്ടർ സ്പീഡ് നിങ്ങൾ ഒരു സ്റ്റെപ്പ് ലെഫ്റ്റിലോട്ട് തിരിക്കുക, അതായത് ഷട്ടർ സ്പീഡ് ഒരു സ്റ്റെപ്പ് ഇടതുഭാഗത്തോട്ട് തിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ 0 കയറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഷട്ടറിന്റെ ഉപയോഗം വളരെ വിശദമായിട്ട് എക്സ്പോഷർ മാനേജ്മെന്റ് എന്ന സെഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷട്ടറിന്റെ എന്താണ് വർക്കിംഗ് രീതി, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ അതിന്റെ ആവശ്യകത എന്താണ് എന്നീ കാര്യങ്ങൾ മാത്രം ഈ സെഷനിൽ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഷട്ടറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. പ്രധാനമായും 2 രീതിയിലുള്ള ഷട്ടറുകളാണ് നമ്മുടെ ക്യാമറയിൽ ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യത്തേത് മെക്കാനിക്കൽ ഷട്ടറും രണ്ടാമത്തേത് ഇലക്ട്രോണിക് ഷട്ടറുമാണ്. മെക്കാനിക്കൽ ഷട്ടർ എന്നാൽ നമ്മുടെ DSLR ക്യാമറയിലും മറ്റ് അതുപോലെയുള്ള നല്ല ക്യാമറകളിൽ ഉപയോഗിക്കുന്ന മെക്കാനിക്കലി മൂവ് ചെയ്യുന്ന ഷട്ടറുകളാണ്. എന്നാൽ ഇലക്ട്രോണിക് ഷട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിലും അത് വീഡിയോ ക്യാമറകളിലും അങ്ങനെയുള്ള ഡിവൈസുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം ഷട്ടറുകളാണ്. മെക്കാനിക്കൽ ഷട്ടറിൽ മെക്കാനിക്കലി ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിസിക്കൽ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഷട്ടർ നേരിട്ട് സെൻസറുമായി കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷട്ടർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെൻസറിൽ നിന്നും നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള അത്രയും സമയം ഡാറ്റ ക്യാമറ റീഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ വീഡിയോ ക്യാമറകളിലും മൊബൈൽ ഫോണുകളിലും ഫോട്ടോഷൂട്ടിനായാലും വീഡിയോ ഷൂട്ടിങ്ങിനായാലും ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് ഷട്ടർ സിസ്റ്റമാണ്. ഇനി മെക്കാനിക്കൽ ഷട്ടറിലേക്ക് വരികയാണെങ്കിൽ മെക്കാനിക്കൽ ഷട്ടർ തന്നെ വീണ്ടും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. DSLR ക്യാമറകളിലും അതുപോലെയുള്ള ഫോട്ടോ എടുക്കുന്ന എല്ലാ ക്യാമറകളിലും ഉപയോഗിക്കുന്നത് റോളിംഗ് ഷട്ടർ എന്നൊരു മെക്കാനിസമാണ്. എന്നാൽ ഹൈ എൻഡ് സിനിമ ക്യാമറകളിലും അതുപോലെയുള്ള ഡിവൈസുകളിലും ഉപയോഗിക്കുന്നത് ഗ്ലോബൽ ഷട്ടർ എന്നൊരു സിസ്റ്റമാണ്. ഈ 2 ഷട്ടറുകളിലും തമ്മിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സിനിമ ഷൂട്ടിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നവർ ഗ്ലോബൽ ഷട്ടറുള്ള ക്യാമറകൾ വാങ്ങുകയാണ് വേണ്ടത്. ഷട്ടറുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഷട്ടർ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ ഷട്ടർ ലാഗ് എന്നാണ് വിളിക്കാറുള്ളത്. അതായത് ഒന്നുകിൽ ഷട്ടർ നിങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് അടിയില്ല, അല്ലെങ്കിൽ ഷട്ടർ ഉദ്ദേശിച്ച സമയത്ത് ഓഫ് ആകില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും വരും. ഇത് ഷട്ടർ മെക്കാനിസത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടും അതുപോലെ നിങ്ങളുടെ ക്യാമറ സോഫ്റ്റ്വെയറിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. എന്തു തന്നെയായാലും നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഷട്ടർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിനെ ഷട്ടർ ലാഗ് എന്നാണ് പറയുന്നത്. റിയൽ ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഷട്ടർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് എക്സ്പോഷർ മാനേജ്മെന്റ് എന്ന സെഷനിൽ വിശദമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഷട്ടർ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്യാമറ ഘടകത്തെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് അടുത്ത സെഷനിലേക്ക് നമുക്ക് നീങ്ങാം.